ധൃതിയിലായിരുന്നു. 11:20 ഞങ്ങളുടെ ട്രെയിൻ. പക്ഷെ ഇപ്പോൾ 11:10 കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 10:45 കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പോകാൻ റെഡി ആയിരിക്കാം. ചേട്ടൻ വണ്ടി വിളിക്കാൻ പോയേക്കാം, ക്യാബ് വിളിക്കാൻ പോയേക്കാം. ക്യാബിൽ ഓട്ടോറിക്ഷ ആയിരിക്കും എനിക്കൊന്നും കിട്ടായി നേരത്ത്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആള് അടച്ചില്ല, ആൾക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ച്. അപ്പം ഞങ്ങൾ പോവാം. അപ്പോൾ പോണ വിശേഷങ്ങൾ കാണാം കേട്ടോ. പിന്നെ ഇനി അവിടെ ചെന്നിട്ടായിരിക്കും പിന്നുള്ള വ്ളോഗുകൾ, വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇനി അവിടുത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഓണം ഇപ്രാവശ്യം അവിടെയാണ്. അവിടെ സ്നഗ്സ് വിളിക്കാൻ പോകാൻ ഇപ്രാവശ്യം അവിടെയാണ് കേട്ടോ ഓണത്തിൻ്റെ. അപ്പോൾ ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ, ഹായ് ഹായ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ പോകുമ്പോൾ ഇതുമാതിരി ഗണേശനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് കൊട്ടും പാട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇനി ഇതൊരു 10 ദിവസം വരെ ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി വിടാണ് ചെയ്യുക ഗണേശനെ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് കാണാറ്. ഇതിൻ്റെ ചെറിയ ഭാഗമാണ് ഈ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ കാണുന്നത്. അതേറെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത് ഇച്ചിരി നേരം വൈകി വരാണെങ്കിൽ ഞങ്ങളുടെ ട്രെയിൻ എന്തായാലും മിസ്സായെന്ന് ഞാനും ചേട്ടനും പറഞ്ഞിരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ചേട്ടൻ പൈസ എടുക്കാണ്ടെങ്കിലും അവൾ ഇട്ടിൽ കയറി കുട്ടിയോടെ അയ്യോളാ ഇവിടെയുള്ളതാ. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടില്ലേ? ട്രെയിൻ പോകുന്നു ഗൈസ്. അയ്യോ എല്ലാം കൂടി ഇങ്ങോട്ടൊക്കെ. അയ്യോ 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 ലൈറ്റ്. ഓക്കെ ഗണേശ ചതുർത്ഥിയുടെ തോന്നാണ്. ട്രെയിൻ വന്ന് നിന്നിട്ടുണ്ട്. ഇതെന്താ ഇത് മെയിൻ റോഡല്ലല്ലോ, എന്താ പറയുക, ഹൈവേ. എന്ത് ഹൈവേ എന്ന് ചോദിക്കാതെ ഇരിക്കാത്തൂടാ. കുഞ്ഞി ഹലോ. ചേട്ടൻ പൈസ എടുക്കാനേട്ടാ. അപ്പം ഞങ്ങൾ കതച്ചു. ഇനി അച്ഛൻ്റെ എവിടെ? അതെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ എന്താ കുഞ്ഞി? ഇതൊക്കെ എന്താ ഇതെന്താ മേലെന്തൊക്കെ? എൻ്റെ ഇടൊക്കെ ആളുണ്ടല്ലോ. ഇന്ന് വൈകിട്ട് ഗണേശ ചതുർത്ഥിക്ക് കണ്ടില്ല റോട്ടിൽ കൂടെ പോണത്. അപ്പം അതുമാതിരി എലി ഗായ്സ്. അയ്യോ, എനിക്ക് എലിപ്പനി വന്ന ഈ എലി എൻ്റെ അടുത്തേക്ക് തന്നെ വരുള്ളൂ. എലിപ്പനി വന്ന ശേഷം നോക്കി ചേട്ടാ ഒരു സാധനം പൊട്ട സാധനം. അതിന് ജീവിക്കണ്ടല്ലേ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. ചേട്ടാ അതാണ് നമ്മുടെ ട്രെയിൻ. നമ്മുടെ ടാറ്റ പറഞ്ഞ ടാറ്റ ടാറ്റ. അമ്മയുടെ മോളേതാ? അമ്മയുടെ മോളേതാ? അമ്മയുടെ മോളേതാ? ഞാനാ പറഞ്ഞേ. ആ ട്രെയിൻ വന്നു.
പറഞ്ഞാലേ ഇടോക്കെ ഭയങ്കര കുറുമ്പായിട്ടതിനിപ്പോ കുഞ്ഞി കുഞ്ഞി കുറുമ്പൻ കുഞ്ഞായി ഇപ്പൊ കുറുമ്പൻ കുഞ്ഞി ഉറങ്ങണില്ലേ ഏയ് ഉറങ്ങണില്ലേ ഇപ്പൊ ഭയങ്കര കോപ്പറാട്ടിയല്ലോ കേട്ടോ കുഞ്ഞിലി കുഞ്ഞിലിയെ കുഞ്ഞിലി അമ്മയുടെ മോളേതാ അമ്മയുടെ മോളേതാ അച്ഛൻ്റെ മോളേതാ കുഞ്ഞിങ്ങോട്ട് നോക്ക് ഒരു സോക്സ് കൂരി കളഞ്ഞിട്ടാണ് സോക്സ് കൂരി കളഞ്ഞു നടക്കുക അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് ആൾക്ക് ഉറക്കം വന്നാൽ ഭയങ്കര വാശിയാണ്. ഇതുമാതിരി കരഞ്ഞ് കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടാവും. ഉണ്ണി ഉറങ്ങിയപ്പോൾ ഒരു 2:30 ഒക്കെ ആവാറായി. ഞാൻ കിടന്നപ്പോൾ ഒരു 3 മണിയായി. ചേട്ടൻ മേലെ കിടന്നുറങ്ങി. ഇനി എനിക്ക് കിടന്നുറങ്ങണം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ട്രെയിനിൽ കയറിയ പൊതുവെ ഉറക്കം കുറവാണ്. എന്നാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട്, കുഴപ്പമില്ല. അപ്പം ഇനി ചെന്നൈയിലെത്തിയിട്ട് കിടന്നാട്ടാ. നമ്മൾ ചെന്നൈ സെൻട്രലിലെത്തിയിട്ടാണ്. നമ്മളിപ്പോൾ പപ്പ വരാൻ വെയിറ്റ് ചെയ്യാം. പപ്പ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ വന്ന ട്രെയിനിൻ്റെ പേര് യശ്വന്ത്പൂർ. ഭയങ്കര ഇടച്ചിലാർന്നുണ്ട് ഇവിടെ. ഇന്നലെ ഉറങ്ങിയപ്പോൾ 2:30 കഴിഞ്ഞു. ഞാൻ ഉറങ്ങിയപ്പോൾ 2:45. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ചേച്ചി ഉണ്ണിനെ പുറത്ത് പോയി ഉറക്കുമെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. ചീത്തല്ല, അത് കാര്യമായിട്ട് പറഞ്ഞു. കുഞ്ഞി ഇവിടെ നോക്കിയാ, ഇനി നിന്റെ ട്രെയിനിൽ കൊണ്ടുപോയില്ല. നോക്കിയാ ഇവിടെ നോക്കിയാ. ട്രെയിനിലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയറണത് കൂടെ. പപ്പയുടെ ട്രെയിനിൽ എപ്പോഴാ? 5:15. പപ്പ ആലപ്പി എക്സ്പ്രസ്സിലാണ് വരുന്നത്. ആലപ്പി ചെന്നൈ. കുഞ്ഞി പപ്പനെ കാണണോ? ഓക്കെ, നമുക്കപ്പോ ഫ്രണ്ടിലേക്ക് പോവാലോ. പപ്പനെ കാണണോ? ഇങ്ങനെ കാണുക. അതൂരണ്ട. ഹായ് പറഞ്ഞേ. ഹായ് ഇവിടെ ഹായ് പറഞ്ഞു. ഹായ്. ചേട്ടൻ വെള്ളമിട്ട് ബാത്റൂമിട്ടൊക്കെ ആണോ? അതിലുള്ള വെള്ളം കളയണ അവര്. കുഞ്ഞിനെ പപ്പ വന്നു. ഗുഡ്സ് ട്രെയിനാണോ? പാസഞ്ചറാ ഒരു ചാൻസ് ഉള്ളൂ, അല്ലാത്ത ട്രെയിൻ ഇങ്ങോട്ട് വരാൻ.
ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കാട്ടാ. ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂറൊക്കെ ആവും വീട്ടിലെത്താൻ. ട്രാഫിക് ഉണ്ടെങ്കിൽ അതിനും കൂടുതലാണ്. ഈ നേരത്തെ ട്രാഫിക് ഉണ്ടാവും ഞാൻ തരില്ല അല്ലേ? പറയാൻ പറ്റില്ല, ഉണ്ടാവില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ എത്തും. അപ്പം ഇനി വീട്ടിലെത്തിട്ട് കാണാണ്ട. ഇഷ്ടായിട്ട് ചേച്ചിമാര് പോയിണ്ടാവും. എത്ര മണി? 7 മണി ആയിട്ടുള്ള 8 മണിക്കല്ലേ ചേച്ചിമാര് 7:45. അത് ശരി, നാളൊക്കെ മറന്നോട്ടെ. വിളിച്ചിരിക്കുന്നത് ആളില്ലാത്ത പോലെ. എഴുന്നേറ്റുണ്ട്. 100 വട്ടം താഴെട്ടു. ഇവിടെ എത്തിയപ്പോൾ ആള് ഹാപ്പി ആട്ടാ. ചേച്ചിമാരൊക്കെ കണ്ടപ്പോൾ ആള് ഹാപ്പിയായി. ആള് കളിയൊക്കെ തുടങ്ങി. ആളുടെ പരിപാടിയിലേക്ക് കയറിയ ആള്. പിന്നെ ഞങ്ങളിവിടെ പെട്ടി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ പൊട്ടിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. ചേച്ചിയുടെ മോളാണ്, അവളാണ് എടുത്ത് വെക്കണത് കേട്ടോ ഓരോന്ന്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. ഇന്നലെ മഴയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഒന്ന് കിടന്നുറങ്ങണം. ഞാൻ ചായ കുടിച്ചിട്ടായിരിക്കും എനിക്കിത് കിടന്നുറങ്ങണം. പിന്നെന്താ, ഇപ്പോൾ വിശേഷങ്ങളായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. പിന്നെ വരാം. വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.